ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് 2025 എന്ന് വരും എന്ന വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന്റെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ തന്നെ നൽകുന്ന മറുപടികളുടെയും ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തുന്നത്. പലരും ഇന്ന് രാവിലെ മുതൽ, അതായത് ഏകദേശം ഒരു രാവിലെ 6 മണി മുതൽ ചോദിക്കുകയുണ്ടായി, ഇന്ന് റിസൾട്ട് വരുമോ, അതായത് ഇന്നത്തെ ദിവസം എന്നുകൊണ്ട്. അതായത് ഇന്ന് നമ്മൾ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ April 23 ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്നലെയും ഒരുപാട് വീഡിയോകളിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ കമന്റ് ബോക്സിൽ വിദ്യാർത്ഥികൾ തന്നെ ഇന്ന് എന്തായാലും റിസൾട്ട് വരും, പേടിക്കേണ്ട, 3 മണിക്കാണ് റിസൾട്ട് എന്ന് അവർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിസൾട്ട് വരാതിരിക്കുമ്പോൾ സന്തോഷിച്ച വിദ്യാർത്ഥികളെയും എനിക്ക് അറിയാം. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം നീട്ടിക്കൊണ്ട് പോകുന്നതിൽ നിരാശയുള്ളവരെയും അറിയാം. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണത്തെ +2 ബാച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു കോവിഡ് സമയത്തിന് ശേഷം ഇത്രയധികം പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് അത് ടൈം ടേബിളിലായിക്കോട്ടെ, പരീക്ഷകളിലായിക്കോട്ടെ, ഇംപ്രൂവ്മെന്റിലായിക്കോട്ടെ, അതെല്ലാം നേരിട്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് ഇപ്പോൾ പലരും സയൻസ് വിഷയം എടുത്തവരാണെങ്കിൽ കീം പരീക്ഷയ്ക്ക് പോയി അത് അഭിമുഖീകരിക്കുന്നുണ്ട്. പല പരീക്ഷകളും കടുപ്പമായിട്ട് പോലും വിദ്യാർത്ഥികൾ അതിനെ അതിജീവിച്ച് ഇപ്പോൾ വാല്യുവേഷൻ ലിബറൽ ആകണേ എന്ന ഒരു പ്രാർത്ഥനയിൽ നോക്കിയിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഇനി ഇംപ്രൂവ്മെന്റ് എഴുതിയവർക്ക് അത് എപ്രകാരം മാർക്കുകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിവാല്യുവേഷന് കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് വൈകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്രതിസന്ധിയും ആശങ്കയുമാണ് എന്നതിൽ 100% ഉറപ്പാണ്. നമുക്ക് തന്നെ മനസ്സിലാകും. ഗൂഗിൾ എടുക്കുക, ഗൂഗിൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ നോക്കുക +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട്. അതാണ് ഒരു ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് 2025. ഐ തിങ്ക് ഫോക്കസ് +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് 2025 വരുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ DHSC ആണ്. DHSC പറയുന്നത് മറ്റൊന്നുമല്ല, +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട്സ് എക്സ്പെക്ടഡ് ഓൺ ഏപ്രിൽ ആണ്. അപ്പോൾ ഏപ്രിൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നു. HSS ലൈവിൽ തന്നെ DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് എക്സ്പെക്ടഡ് April 25. മറ്റ് ഡീറ്റെയിൽസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നെയിം ഓഫ് ദി എക്സാം ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെന്റ് എക്സാം മാർച്ച് 2025. എക്സാം ഡേറ്റ് മാർച്ച് 3 ആയിരുന്നു. അതായത് മാർച്ച് 3 മുതൽ മാർച്ച് 29 വരെ പല വിഷയങ്ങളായിരുന്നു. പേപ്പർ വാല്യുവേഷൻ ഡേറ്റ് April 3 ആണ്. അത് ഏകദേശം കഴിഞ്ഞു. ഇനി റിസൾട്ട് പബ്ലിഷിംഗ് ഡേറ്റ് April 2025 3rd വീക്ക് എന്ന് പറയുന്ന ഒരു എക്സ്പെക്റ്റഡ് സംഭവമുണ്ട്. പബ്ലിഷിംഗ് സ്റ്റാറ്റസ് നോട്ട് പബ്ലിഷ്ഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു ടേബിളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഏപ്രിലിൽ തന്നെ 3rd വീക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 19-ാം തീയതി മുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഇന്ന് വരുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയാനുള്ളത്, മക്കളെ ഇന്ന് വരുമോ എന്ന് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നോക്കി 3 മണിക്കോ 4 മണിക്കോ പോയി ഇരിക്കരുത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മൾ DHSC വൃത്തങ്ങളുമായിട്ട് അതിജീവിച്ചപ്പോൾ തന്നെ ഏപ്രിൽ ഈ വീക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അവസാന വീക്ക് റിവാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിനുശേഷം മെയ് ഫസ്റ്റ് വീക്ക് മെയ് 10-നകത്ത് ഫ്രഷ് ആയിട്ട് +2ന്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ കൃത്യമായിട്ട് ഇന്ന് തന്നെ വരുമോ എന്നത്, അതായത് അങ്ങനെ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇങ്ങനെ എന്തായാലും വരുമല്ലോ, റിസൾട്ട് ഒരു ദിവസം വരും, അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ എൻ്റെ ഇൻബോക്സ് എല്ലാം ഏകദേശം ഫുള്ളാണ്. കമന്റ് ബോക്സുകളിലും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് മറ്റൊരു വീഡിയോ ആയിട്ട്.